ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. സോ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണമല്ലോ. കാരണം നമ്മൾ നാട്ടിലില്ലെന്നും പറയും നമുക്ക് മൊത്തത്തിൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ചെറിയ രീതിക്ക് നമ്മളാൽ കഴിയുന്ന രീതിക്ക് ചെറിയൊരു വിഷു സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഇവിടെ കുറച്ച് ഫ്രോസൺ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും, പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാം ഫ്രഷ് ആയിട്ട് അങ്ങനെ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ 1-2 വിഭവങ്ങളും സദ്യയും പിന്നെ പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാൻ. സോ എൻ്റെ ഈ പരിപാടി എന്ന് വെച്ചാൽ ഇനി സവാള അരിഞ്ഞു വേണം എനിക്കിന്ന് തുടങ്ങും. സോ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഒരു പൂവ് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ പിറകിലുള്ള മരത്തിൽ നിന്ന് പറിച്ചതാണ്. കാരണം വെച്ചാൽ നമുക്കിവിടെ കണിക്കൊന്നും കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷുവൊക്കെ നമ്മൾ ഈ കുഞ്ഞു ഇങ്ങനത്തെ പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ പറയുന്നത് പറിച്ചതാണ്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ഗൈസ്. സോ ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ. അപ്പം നമുക്ക് സാമ്പാറൊന്നും ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല ഗൈസ്. ഇവക്കും അറിയത്തില്ല, ഭയങ്കര കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. ഇവക്കും അറിയത്തില്ല, പക്ഷേ യൂട്യൂബിൽ നോക്കി ചെയ്യണതാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമുക്ക് അറിയത്തില്ല ഗൈസ്. നമുക്ക് സത്യം പറഞ്ഞാൽ സാമ്പാറൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. മെയിനായിട്ട് ചിക്കൻ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ഒരു പരിപാടിയാണ്. സോ അതുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കി അത് കൂടുതലും ചെയ്യണം. സോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ലാസ്റ്റ്. ഗൈസ്, പച്ചക്കറിയൊക്കെ നമ്മൾ മേടിച്ചത് നമ്മളിവിടുത്തൊരു മലയാളി കടയിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രോസൺ ആണ് ഗൈസ്. അപ്പോൾ അവർ തന്നെ ഈ ക്യൂബായിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളധികം കട്ട് ചെയ്ത് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. വിസിലടിക്കൂലേ? അങ്ങനെ സാമ്പാറിൽ പുളി കൂടിയപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞു ഗൈസ്, അതിൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുളി മാറുമെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ അടിച്ചതിനെ പുളിക്കുകയാണ്. കിട്ടണ്ടേ? ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ് ഗൈസ്. നല്ല പാടുപെടുന്നുണ്ട്. എന്ത് ചെയ്താ അവളത്? സാമ്പാർ ടേസ്റ്റ് കിട്ടും ചൂടില്ലാന്ന് പറഞ്ഞിട്ട് മിടുക്കി. ഫ്രോസൺ ആയതുകൊണ്ടൊരു ഡൗട്ട്. പരിപ്പൊക്കെ നന്നായി വെന്തു. അല്ല നോക്കട്ടെ, നീ ഉപ്പ് മുഖം കാണാതിരിക്കുക ഷർട്ട് ഇട്ടൊക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ മുടി കണ്ടപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓർമ്മ വന്നാ ഗൈസ്? വെള്ളം പൊട്ടിക്കഴിക്കണം, ഫ്രോസൺ ആയതുകൊണ്ടേ. സാമ്പാർ എന്തോ തട്ടിക്കൂട്ട് സാമ്പാർ. സാമ്പാർ എല്ലാവർക്കും വേണം. എല്ലാവർക്കും സുധിയേ ഓടി ഒളിക്കുക അവള്. കൂട്ടത്തിലെ ഏറ്റവും വലിയ ആണ് പപ്പടം. ഭയങ്കര എസ്തറ്റിക്കാ. പപ്പടം വെച്ചിട്ടൊക്കെ എസ്തറ്റിക് മോഡൊക്കെ കാണിക്കുന്നത് കണ്ടോ ഗൈസ്? ചുരുണ്ടുപോയി. അപ്പൊ ഗൈസ് ഇവിടെ പായസം റെഡി, നല്ല ചോറ് റെഡി, പപ്പടം റെഡി, ഇവിടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഹെൽത്ത് നോക്കിയിട്ടാണ് ഇങ്ങനത്തെ അരിയൊക്കെ വാങ്ങിക്കുന്നത്. ഒരു മുരിങ്ങക്ക മാത്രമുണ്ട്, അത് ലക്കുള്ളവർക്ക് കിട്ടും. ആർക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ. വെള്ളമൊക്കെ അപ്പോൾ അതേ നമ്മുടെ കൂട്ടത്തിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ആ ചോറിലോട്ട് തട്ടുന്നത് സാമ്പാർ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്, കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഗൗരിക്ക് മുരിങ്ങൊക്കെ ഇല്ല. ഗൗരി, നീ തറയിലിരിക്കാനാണോ കംഫർട്ടബിള്? കുഴപ്പമില്ല, അവിടെ ഇരുന്നു. മനീഷ ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇനി കുറച്ച് എസ്തെറ്റിക് ഫോട്ടോഗ്രാഫ്സ് ഇനി ഇറങ്ങുന്നതാണ് കുറച്ച്. അങ്ങനെ വൈകുന്നേരം 4 മണിയോടെ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. മനുഷ്യ എങ്ങനെ ഉണ്ട് ഫുഡ് കഴിച്ചിട്ട്? കൊള്ളാവോ? നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടാ? പിന്നല്ല, അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ്. ചോറ് വേറെന്ത് വായിപ്പോയില്ലേ? വേറെ ചോറ്. ഇത് നമ്മുടെ മട്ടരി കഴിക്കണ പോലെ തോന്നുന്നു. അടുത്തത് പായസം കുടിക്കാനുള്ള സമയമാണ് ഗൈസ്. പായസം സേമിയ പായസമാണ്, പക്ഷേ സേമിയ അതിലെവിടെയും തപ്പി നോക്കേണ്ട അവസ്ഥയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓവറോൾ സദ്യ കിടിലായിരുന്നു. ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ഗൈസ്. സോ എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ. സോ ബൈ.